അമേരിക്കയിലേക്ക് മിസൈൽ അയക്കുന്നതിന് പകരം ഗൾഫിലെ US സേനാ താവളങ്ങളിലേക്ക് മിസൈലുകൾ തൊടുക്കുക. ഇറാന്റെ ഈ ആക്രമണത്തിനും ലക്ഷ്യം രണ്ടാണ്. US സൈനികർക്ക് നേരിട്ടുള്ള തിരിച്ചടിയാണ് ഒന്നാമത്തെ ലക്ഷ്യം. ഗൾഫ് മേഖലയെ സംഘർഷഭൂമിയാക്കി USന് മേൽ സമ്മർദ്ദം ചെലുത്തുക എന്നതാണ് രണ്ടാമത്തേത്. ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറമുള്ള അമേരിക്കയെ നേരിട്ട് ആക്രമിക്കുക ഇറാൻ അസാധ്യമാണ്. എന്നാൽ ആ ദൂരം അത്രയും പിന്നിട്ട് അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നത് ഇസ്രായേൽ ഒരുക്കുന്ന സുരക്ഷിത താവളങ്ങളുടെ ബലത്തിലാണ്. അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഇറാനെ ആക്രമിക്കാൻ തങ്ങളുടെ വ്യോമപാത തുറന്നു തരില്ലെന്ന് അമേരിക്കയോടും ഇസ്രായേലിനോടും ഗൾഫ് രാജ്യങ്ങൾ ആദ്യമേ പറഞ്ഞിരുന്നു. സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ചർച്ചകൾക്ക് ഒമാൻ മധ്യസ്ഥത ഏറ്റെടുക്കുകയും ചെയ്തു. ഗൾഫ് രാജ്യങ്ങൾ വാക്കുപാലിച്ചു. അമേരിക്കൻ ആക്രമണത്തിന് വ്യോമപാത തുറന്നുകൊടുത്തില്ല. പക്ഷേ ഇറാൻ മര്യാദ കാട്ടിയില്ല. അമേരിക്കയ്ക്കുള്ള ആദ്യ തിരിച്ചടി ഗൾഫിലേക്ക് അവർ നൽകി. ഇന്നോളം ഗൾഫ് രാജ്യങ്ങൾ നേരിട്ടിട്ടില്ലാത്തത്ര ശക്തമായ വ്യോമാക്രമണം അവർ അഴിച്ചുവിട്ടു. ഏറ്റവും വലിയ രാജ്യമായ സൗദിക്ക് നേരെയും ആക്രമണം ഉണ്ടായി. അതേസമയം ഇറാൻ മിസൈൽ ആക്രമണത്തെ ശക്തമായി പ്രതിരോധിച്ച് UAE രാജ്യത്തിന്റെ വ്യോമാതിർത്തി പൂർണ്ണമായും അടച്ചു. തങ്ങളുടെ പ്രദേശം സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് UAE വ്യക്തമാക്കി. ദുബായ് വിമാനത്താവളം, ബുർജ് അൽ അറബ്, ജബൽ അലി തുറമുഖം എന്നിവിടങ്ങളിൽ മിസൈൽ അവശിഷ്ടങ്ങൾ പതിച്ചു. UAEയിൽ സ്കൂളുകൾക്കും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഓൺലൈൻ പഠനം നിർദ്ദേശിച്ചു. അതേസമയം US-മായി ചേർന്ന് നടത്തിയ ആക്രമണത്തിനായി ഇറാന്റെ പടിഞ്ഞാറ് മധ്യഭാഗങ്ങളിൽ ഇസ്രായേൽ പറത്തിയത് 200 യുദ്ധവിമാനങ്ങൾ. വ്യോമസേനയുടെ ഈ ദൗത്യം രാജ്യചരിത്രത്തിലെ ഏറ്റവും വലുതാണെന്ന് ഇസ്രായേൽ പറഞ്ഞു. ഇസ്രായേൽ വിദേശകാര്യ മന്ത്രിമാരുമായി ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഫോണിൽ സംസാരിച്ചു. സംഘർഷത്തിൽ ആശങ്ക രേഖപ്പെടുത്തിയ ജയശങ്കർ നയതന്ത്ര വഴിയിലുള്ള പരിഹാരം വേണമെന്നും ആവശ്യപ്പെട്ടു. US-നും ഇസ്രായേലിനും മേഖലയിലുള്ള എല്ലാ സേനാ താവളങ്ങളും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി UN രക്ഷാസമിതിക്ക് അയച്ച കത്തിൽ അറിയിച്ചു. സ്വയം പ്രതിരോധത്തിനുള്ള അവകാശം ഒരു മടിയും കൂടാതെ ഉപയോഗിക്കുമെന്നാണ് വ്യക്തമാക്കിയത്. ഇസ്രായേൽ പ്രതിരോധ സേന രാജ്യത്തിനെതിരായ ഏകോപിത വ്യോമാക്രമണങ്ങളിൽ ഇറാനിയൻ സുരക്ഷാ നേതൃത്വത്തിലെ നിരവധി മുതിർന്ന അംഗങ്ങളെ വധിച്ചതായി അറിയിച്ചു. ഇതിൽ ഉന്നത പ്രതിരോധ ഉദ്യോഗസ്ഥനും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പസിന്റെ കമാൻഡറും ഉൾപ്പെടുന്നു. മരണസംഖ്യ ടെഹ്റാൻ സ്ഥിരീകരിച്ചിട്ടില്ല. ഇറാന്റെ സൈനിക തന്ത്രപരമായ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് US ഇസ്രായേൽ സംയുക്തമായി നടത്തിയ വിശാലമായ ആക്രമണത്തിനിടയിലാണ് ഈ ആക്രമണങ്ങൾ ഉണ്ടായത്. ഇത് മേഖലയിലുടനീളം സംഘർഷങ്ങൾ രൂക്ഷമാക്കി. മുതിർന്ന ഇറാനിയൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഒത്തുകൂടിയ 2 സ്ഥലങ്ങൾ ടെഹ്റാനിൽ മിലിറ്ററി ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് തിരിച്ചറിഞ്ഞതിനെ തുടർന്നാണ് ഓപ്പറേഷൻ ആരംഭിച്ചതെന്ന് IDF അറിയിച്ചു. ഇസ്രായേൽ പറയുന്നതനുസരിച്ച് മരിച്ചതായി സ്ഥിരീകരിച്ചവരിൽ ഇറാനിയൻ പരമോന്നത നേതാവ് അലി ഖമേനിയുടെ മുതിർന്ന ഉപദേഷ്ടാവും ഇറാന്റെ പ്രതിരോധ തീരുമാനങ്ങൾ എടുക്കുന്നതിലെ പ്രധാന വ്യക്തിയുമായ അലി ഷംഖാനിയും ഉൾപ്പെടുന്നു. കഴിഞ്ഞ വർഷത്തെ ശത്രുതയിൽ ഷംഖാനിയെ നേരത്തെയും ലക്ഷ്യം വെച്ചിട്ടുണ്ടെന്ന് ഇസ്രായേൽ പറഞ്ഞു. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പസിന്റെ കമാൻഡറായ മുഹമ്മദ് പക്പൂരിന്റെ കൊലപാതകവും IDF സ്ഥിരീകരിച്ചു. അദ്ദേഹം ഇസ്രായേലിനെ നശിപ്പിക്കാനുള്ള പദ്ധതിക്ക് നേതൃത്വം നൽകിയെന്നും മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചുവെന്നും ആരോപിച്ചു. ഇറാനിൽ അടുത്തിടെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതായി പറയുന്ന 7 മുതിർന്ന ഇറാനിയൻ സൈനിക ഉദ്യോഗസ്ഥരുടെ പേരുകൾ IDF പങ്കുവച്ചു. ഇസ്രായേൽ നാമനിർദ്ദേശം ചെയ്ത മറ്റു ഉദ്യോഗസ്ഥരിൽ സലാ അസദി, മുഹമ്മദ് ഷിരാസി, പ്രതിരോധ മന്ത്രി അസീസ് നസീർ സാദെ, ഇറാന്റെ SPND ആയുധ വികസന സ്ഥാപനവുമായി ബന്ധമുള്ള മുതിർന്ന വ്യക്തികൾ എന്നിവരും ഉൾപ്പെടുന്നു. മിസൈൽ നിർമ്മാണം, പ്രാദേശിക പ്രോക്സി ഏകോപനം, ആണവ സംബന്ധിയായ പദ്ധതികൾ ഉൾപ്പെടെയുള്ള നൂതന ആയുധ പരിപാടികൾ എന്നിവയിൽ ഉദ്യോഗസ്ഥർ കേന്ദ്ര ബിന്ദുവാണെന്ന് ഇസ്രായേൽ ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.